സഞ്ജീവ്, ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാർ പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്, അതിനുശേഷവുമൊക്കെ പൊതിച്ചോറ് ആക്രിപെറുക്കി വിറ്റ് ഒക്കെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു എന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞത് കേൾക്കാം. അതിനുശേഷം പുഷ്പചക്രം വിൽപ്പന കൂടി തുടങ്ങിയിട്ടുണ്ടോ സംഘടനാ തലത്തിൽ എന്നുള്ളതൊരു ചോദ്യമാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമാണോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കുറേയേറെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ആദ്യ മിനിറ്റുകളിൽ കണ്ടത്. താങ്കൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ ആദ്യം തന്നെ തള്ളിക്കളയുകയാണ്. ഒന്ന്, ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങേയറ്റം വസ്തുതാവിരുദ്ധവും പച്ചക്കള്ളവും എല്ലാം തനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന നിലയാണ് ഇവിടെ കണ്ടത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാർക്ക് പങ്കിട്ടെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ച മറ്റൊരു ഉദാഹരണം കൂടിയായി മാറി കണ്ണൂരിലെ ഈ പ്രകടനം. അങ്ങനെയായി മാറിയെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കാൻ ഇന്നിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നടത്തിയിട്ടുള്ള ഓരോ ഉദാഹരണങ്ങളും അതെല്ലാം പച്ചക്കള്ളായിരുന്നു. CPM-ൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി നമ്മുടെ കുട്ടികൾ SFIയുടെ കുട്ടികൾ തന്നെ പോയി കത്തിയെടുത്ത് കുത്തി എന്നുള്ള വർത്തമാനം പറഞ്ഞ് അത് തടഞ്ഞു വെച്ചു എന്നൊക്കെ ഇവിടെ പറഞ്ഞത്. ഇടുക്കി ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് വിളിക്കണം, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ വിളിക്കണം, വിളിച്ചിട്ട് ഈ കാര്യം എന്താണെന്ന് അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെ ആർക്കൈവിൽ ഉണ്ടാവുമല്ലോ, പറ്റുമെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യണം. എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് ഇവരിവിടെ വന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ പോയി, അദ്ദേഹം മരിച്ചതല്ല, അതുകൂടി തിരുത്തുകയാണ്, മരിച്ചതല്ല കൊന്നതാണ്. കൊന്നത് KSU-വും യൂത്ത് കോൺഗ്രസുമാണ്. നിഖിൽ പൈലി, ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അവരുൾപ്പെടെ ഒറ്റ കുത്തിനാണ് നിരപരാധിയായ ഒരു വിദ്യാർത്ഥിയെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ ചെന്ന് ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല, രാഗി മിനുക്കി ഞങ്ങൾ നിങ്ങൾക്കെതിരെ വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ വാ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, പറ്റുമെങ്കിൽ വരട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ബാക്കിയോടെയുണ്ട്, ആ വരട്ടെ, അത് തന്നെയാണ് പറഞ്ഞത്. ബാക്കിയൂടെ പറഞ്ഞ കാര്യം പൊതുമധ്യത്തിൽ നിൽക്കുകയാണല്ലോ. ഒന്നും കൂടി പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, പൊതുമധ്യത്തിൽ നിൽക്കുകയാണല്ലോ. എന്നിട്ടിപ്പോ അതിനെയും എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? അതിനെയൊന്നും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു MLA നടത്തിയുള്ള പ്രതികരണം. എന്താ കേരളത്തിൽ ഈ പറഞ്ഞ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യം എന്താ? എന്തെങ്കിലും വിധത്തിലുള്ള ക്രമസമാധാന പ്രശ്നം കേരളത്തിലുണ്ടോ? കണ്ണൂർ ജില്ലയിലുണ്ടോ? കണ്ണൂരിൽ ജീവിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ എന്താ ഇന്നത്തെ സ്ഥിതി? യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത അടുവാപ്പുറത്തും ഈ പറഞ്ഞ നമ്മുടെ പ്രദേശത്തുമെല്ലാം, ഈ കണ്ണൂർ ജില്ലയുടെ മലപ്പട്ടം സെൻറ്റർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെല്ലാം അക്രമമുണ്ടാക്കി കേരളത്തിലൊരു അക്രമത്തെ എഴുവാഴ്ചയാണെന്ന് ഒരു സ്ഥിതി വരുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ പുതിയ KPCC പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ടാക്കിയ പടലപ്പിണക്കങ്ങൾ, അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ, അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൂടി അവർ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നമ്മുടെ സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള പ്രചരണ സാമഗ്രി വസ്തുക്കളെ മുഴുവൻ KSU-വിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും ഈ പറഞ്ഞ വ്യക്തിയും സനീഷ് ഉൾപ്പെടെയുള്ളവർ അടിച്ചു തകർക്കുകയാണ്. ആ അടിച്ചു തകർത്ത് പ്രകോപനം സൃഷ്ടിച്ച് അതിൻ്റെ തുടർച്ചയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെയും. എന്നിട്ട് അതിൻ്റെ ഭാഗമായി എന്താ ഉണ്ടായിട്ടുള്ളത്? ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആക്രമിക്കും, കൊലപ്പെടുത്തും, ഇനിയും കൊലപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഞ്ജീവിലേക്ക് വരുന്നതിന് മിസ്റ്റർ ഗോപിനാഥിന്റെ ഒരു പ്രതികരണം കണ്ടിരുന്നു. ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും CPM-നില്ല എന്നൊക്കെ ആവർത്തിച്ചു പറയുന്ന നിങ്ങൾ സംഘപരിവാറിനെതിരെ പ്രതീകാത്മക പ്രതികരണം നടത്തുമ്പോൾ പോലും ആഞ്ഞടിക്കുന്നത് ചെയ്യണം കേട്ടോ, ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കളയിൽ പോലും ഗാന്ധി സ്തൂപം വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? PV ഗോപിനാഥ് പ്രസംഗിച്ചത് അവിടെയാണ് പ്രശ്നം. പ്രസംഗിച്ചത് ഗാന്ധി സ്തൂപത്തിനെതിരെയാണെന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത്. സ്തൂപത്തിനെതിരെയല്ല, കോൺഗ്രസിന്റെ ഈ തെറ്റായ അക്രമവാസനക്കെതിരെയാണ് PV ഗോപിനാഥിന്റെ പ്രസംഗം. ആ ക്രക്സ് നിൽക്കുന്നത് അവിടെയാണ്. 2 തവണ ആ സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെയുണ്ട് എന്നിരിക്കെ, അല്ല ഇത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരാണോ? ആ കോൺക്രീറ്റും ഈ ഗാന്ധിജിയുടെ ബോധ്യത്തിനും എതിരല്ല. അത് വെറും കോൺക്രീറ്റ് ഒന്നുമല്ല. അങ്ങനെ ഒരു ഗാന്ധി സ്തൂപം വെറും കോൺക്രീറ്റ് ആണെന്ന് കാണുന്നിടത്താണ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ പറഞ്ഞ ഗാന്ധിക്കെതിരല്ല, അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ പ്രതിമയെ തച്ചു തകർക്കണമെന്ന നിലപാടല്ല PV ഗോപിനാഥ് ഉയർത്തിപ്പിടിച്ചത്. മറിച്ച് കോൺഗ്രസ് ആ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പട്ടം, ഈ അടുവാപ്പുറത്ത് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടത്തുന്ന അക്രമത്തേർവാഴ്ചക്കെതിരെയാണ്. ഇതിനി ആവർത്തിച്ചുകൊണ്ട് ഈ അക്രമം നടത്തി ഗാന്ധിയുടെ സ്തൂപം വെക്കുന്നതിൽ എന്താ കാര്യം? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഹിംസാവാദിയല്ലേ ഗാന്ധി?
ആ ഹിംസാവാദിയായ മനുഷ്യനെ അക്രമം നടത്തിയിട്ടാണോ അത് വെച്ചിട്ടാണോ ന്യായീകരിക്കുന്നത്? 2 തവണ ആ സ്തൂപം അവിടെ തകർക്കപ്പെട്ടു. അല്ലല്ലോ, ഒരു മിനിറ്റ്. അതിന്റെ പേരിൽ സനീഷിനെ വെല്ലുവിളിക്കുന്ന സമയത്ത് നിന്റെ അടുക്കളയിൽ പോലും അത് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ തകർക്കുന്നല്ലേ? ഗാന്ധിജി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു, ഈ പറഞ്ഞത് ഗാന്ധിക്കെതിരെയുള്ള ഒരു പ്രസ്താവനയല്ലത്, മറിച്ച് അക്രമം നടത്തുന്ന കോൺഗ്രസിനെതിരെയുള്ള ഞങ്ങളുടെ നിലപാടാണ്. അക്രമം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നാട്ടിൽ കോൺഗ്രസുകാർ ഗാന്ധി സ്തൂപം പണിതിരിക്കും, ചിലപ്പോൾ വിവിധ സർക്കാരുകൾ പണിതിരിക്കും. അത് CPM ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ലല്ല, കോൺഗ്രസിന് ആ ഫോട്ടോ നിങ്ങൾ കണ്ടിരുന്നോ? ആ ഫോട്ടോ കോൺഗ്രസിന്റെ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സ്തൂപം വെച്ചാൽ നിങ്ങൾ പൊളിക്കും? അല്ലല്ല, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ വസ്തുത പറയാം. വസ്തുത പൊളിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ പൊളിക്കാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നാട്ടിൽ എത്ര സ്തൂപങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, കൊടിമരമായിരുന്നു കോൺഗ്രസിന്റെ. ആ കൊടിമരത്തിൽ വ്യത്യസ്ത നേതാക്കന്മാരുടെ ഫോട്ടോ ഉണ്ട്. രാജീവ് ഗാന്ധിന്റെ ഉണ്ട്, ഇന്ദിരാഗാന്ധിന്റെ ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട്, ശരത് ലാലിന്റെ ഉണ്ട്, കൃപേഷിന്റെ ഉണ്ട്, അങ്ങനെ പലരുടെയും ഫോട്ടോ ഉണ്ട്. അവിടെ ആ നിലയിലാണ് അത് പൊളിച്ചത്. ആ നിലയിലാണ് അത് പൊളിച്ചതെന്ന് സഞ്ജയ് അറിയാം. ആ നിലയിലാണ് അത് തകർക്കപ്പെട്ട സാഹചര്യം. പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അത് തകർക്കപ്പെട്ടത്. ആ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് അത് ചെയ്തത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പിഴച്ചു പോകുന്നതല്ല, ഞാൻ യഥാർത്ഥത്തിൽ എന്റെ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. യഥാർത്ഥത്തിൽ അത് പൊളിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണ്, ആരാണ് പൊളിച്ചത്, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? അതിന്റെ ഉത്തരത്തിലേക്ക് എത്തട്ടെ, അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി കാര്യത്തിലേക്ക് എത്തട്ടെ. ആ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ വഴിവെട്ടണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഓക്കെ, ഏറെക്കുറെ ഈ പറയുന്ന കാര്യങ്ങളുമായി രണ്ടുപേരുടെയും